ഞാൻ അതേ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ആലുവ തോട്ടുമുഖത്തുള്ള ടൊനേഷ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ നോക്കിയാൽ അറിയാം ഒരു പാർട്ടിയൊക്കെ നടത്താൻ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട് മാതൃകയിലുള്ളൊരു വലിയ വീടുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ എത്ര ഫാമിലീസിന് വേണമെങ്കിലും സുഖമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാം. ഇതൊരു പുഴ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ പുഴക്കരയിലേക്ക് തുറക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ആർച്ചുണ്ട്. ആ ആർച്ചിൻ്റെ ഉള്ളവർ ലവ് ബേർഡ്സിനെ വളർത്തുകയാണ്. ഈ ഒരു ആർച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ ബാംബു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അതിൻ്റെ താഴെ ഒരു ഹട്ടുണ്ട്, അവിടെ നമുക്ക് പോയി വെറുതെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു തുടങ്ങിയത് ഫാഷൻ ഫ്രൂട്ട് ഡ്രിങ്ക് കുടിച്ചിട്ടാണ്. പിന്നെ ഹണി ഗ്ലേസിങ് ചിക്കനും ഡ്രാഗൺ ചിക്കനും സൂപ്പും വന്നു. ഈ 3 ഐറ്റംസും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഇഷ്ടമായത് എനിക്ക് ഹണി ഗ്ലേസിങ് ചിക്കനാണ്. നല്ല മധുരവും നല്ല എരിവും കൂടി ചേർന്ന ഒരു കോംബോ ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നാവിൽ വെച്ചപ്പോഴേക്ക് ഭയങ്കര നമ്മുടെ രുചിമുകളങ്ങളൊക്കെ അങ്ങ് ത്രസിച്ച് വന്നു കേട്ടോ. അപ്പോഴേക്ക് മെയിൻ കോഴ്സ് ഐറ്റം വന്നു. കൂന്തൽ റോസ്റ്റാണിത്. ഇത് നല്ല മാങ്ങ ഇട്ട് വെച്ച മീൻ കറിയാണ്. ഇത് ബെല്ലാരി ബീഫ് ബിരിയാണി, പ്രോൺ റോസ്റ്റ്, നല്ല തേങ്ങാപ്പാലിട്ട് വെന്ത് കുറുകിയ പാൽക്കപ്പൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോൺ റോസ്റ്റും കണവയൊക്കെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ബീഫ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രദറിനോട് ചോദിച്ചപ്പം ബ്രദർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, മസാലയൊക്കെ ഇട്ട് നല്ല വെന്ത് കുറുകി നല്ല വേവുള്ളൊരു ഐറ്റമാണെന്ന് പറഞ്ഞു. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം വന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് നല്ല ഫുള്ളായിട്ടാണ്.